ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ ജനുവരി 18 എൻ്റെ വിവാഹ വാർഷികമാണ്. 17ാമത്തെ വിവാഹ വാർഷികം. പക്ഷേ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത ഒരു വിഷമം എനിക്ക് സത്യത്തിലുണ്ട് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രവാസികളുടെ ഒരവസ്ഥ അതാണല്ലോ. അവിടെ നിന്നിട്ട് വിശേഷങ്ങൾ പറയാം, ഇവിടെ നിന്നിട്ട് നമ്മുടെ വിശേഷങ്ങളും പറയാം എന്നുള്ളത്. എനിക്ക് ഗിഫ്റ്റ് ഇങ്ങോട്ട് കിട്ടി, ഞാൻ തിരിച്ചങ്ങോട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള ഒരു വഴി എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാനൊരു ഫോൺ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഗിഫ്റ്റ് കൂട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഹസ്ബൻഡ് മേടിച്ച് തന്ന കോസ്റ്റ്യൂമാണ് ഇതേ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? പിന്നെ കിട്ടിയ ഗിഫ്റ്റ് എന്താ വെച്ചാൽ ഇതേ ഒരു കൈ ചെയിനാണ്. ഗോൾഡ് ആട്ടോ, ഇനി ഫാൻസി ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പിന്നെ കൈ ചെയിനാണ് കിട്ടിയത്. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ. അതേപോലെ അരുണ് ട്രാവലറും കൊണ്ട് ഓർഡർ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവനും ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന് എല്ലാവരും പറഞ്ഞു. ആരെങ്കിലും കുത്തേ വെട്ടേ ചെയ്യാൻ വന്നാലോ എന്നുള്ള പേടി വീട്ടുകാർക്ക്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തരാം. അതിൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലാണ്, അവളെ ഒന്ന് പോയിട്ട് കാണണം. എൻ്റെ കസിൻ ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരെ ഒന്ന് പോയി കാണണം. അങ്ങനെ കുറേ പരിപാടി ഇന്നുണ്ട്. ഇന്ന് ഏതായാലും ഒരു ബിസി ഡേയും കൂടിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ തരാം കേട്ടോ. അങ്ങനെ ഷൂട്ടിന് പോവുകയാണ്. ചവി കയ്യിൽ നിൽക്കടാ. ഷൂട്ട് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് എടുക്കുന്നത്. കുട്ടേട്ടാ നിൽക്ക്. ഇതാണ് എൻ്റെ സ്വന്തം ക്യാമറാമാൻ. ഏതൊരു വീഡിയോൻ്റെ ഫോട്ടോൻ്റെ തായി സനത്ത് രാമചന്ദ്രൻ കാണാം. അതാണ് ദോ. പൊതുവേ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് അരുൺ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അരുണും ഇല്ല, മക്കളും ഇല്ല. അപ്പം ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാതായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ കയ്യിൽ ക്യാമറ ഓണാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കൊച്ചേ കുറച്ച് സമയം ഒന്ന് വീഡിയോ എടുക്കുമോ ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൊച്ചിനോട് ഇപ്പുറത്തെ സൈഡിലേക്ക് നിന്നാലേ കുട്ടേട്ടൻ്റെ ഫേസും കൂടി ഒന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ആ കുട്ടി പാവം അത് ലോങ് സൈറ്റിൽ നിന്നാണെങ്കിലും ഇത്രയെങ്കിലും എടുത്ത് തന്നല്ലോ എന്നുള്ള ക്ലിയർ ആയിട്ടില്ല. പക്ഷേ അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നമുക്ക് സംഭവം കിട്ടിയല്ലോ. കുറച്ചെങ്കിലും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്കിതിലൂടെ പറ്റി എന്നുള്ളതാണ് സത്യത്തിൽ പറയാച്ച സംഭവം. നമുക്ക് പിന്നെ പുറത്തുനിന്നുള്ള ഷൂട്ടായതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ ഒന്നും വിഷയമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആനിവേഴ്സറി ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് തന്നെ എടുത്തതാണ്. ഇക്കാക്കില്ലാത്ത മിസ്സിങ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടേട്ടൻ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടാലോ. ഇതാട്ടോ ഫോട്ടോസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പോസിലുള്ള ഫോട്ടോസ് കിട്ടി. ഈ ഡ്രസ്സാണെങ്കിലും സെലക്ട് ചെയ്തത് കുട്ടേട്ടനാട്ടോ. അങ്ങനെ നമ്മുടെ ലോങ് എങ്ങും പോകാൻ ഒരു വകുപ്പും ഇല്ലാത്തതുകൊണ്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എടുത്തത്. അരുണ് ഞാൻ പറഞ്ഞല്ലോ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ലോങ്ങിലേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എടുത്തതാണ്. എങ്ങനെയുണ്ട് എന്നുള്ള ഒന്ന് അഭിപ്രായം പറയണേ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഒരു കിടന്ന് ഉറക്കമൊക്കെ ഉണർന്ന് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നോക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അരുൺ എവിടെയോ ഓർഡർ പോയിട്ടുണ്ട്. അപ്പം അവൻ വീട്ടിൽ വരില്ല.
അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് വീട്ടുകാർക്ക് നിർത്താൻ പേടി. ആരെങ്കിലും വന്ന് വെട്ടുകയോ കുത്തുകയോ ചെയ്യോ എന്നുള്ള പേടി. അതുകൊണ്ട് എന്തായി, എന്നോട് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് പോകണം. ഇപ്പം പറയും പേടിച്ചിട്ടാണ്. യെസ്, പേടിയുണ്ട്. ഒരമ്മയായ എനിക്ക് പേടിയുണ്ടാവും. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി പോവരുത് എന്നുള്ള പേടി തീർച്ചയായിട്ടും എനിക്കുണ്ടാവും. പക്ഷെ ആ വെട്ടും എന്നും കുത്തും എന്നൊക്കെ പറഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ ഉള്ളതായിട്ട് ഓർമ്മ വേണമെന്നുള്ളതും ഞാൻ പ്രത്യേകിച്ച് പറയാണ്. ഞാൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പാർട്ടി വെയർ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോകുക കേട്ടോ ഗൈസ്. പിഷാരടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പാർട്ടി വെയർ ഇട്ട് പോയിട്ടുണ്ടാവുക. ഇല്ല, കുഴപ്പമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ നിന്നിട്ടില്ല. ഒന്ന് കിടന്നുറങ്ങി. അപ്പം എണീറ്റപ്പോൾ 2 മണിയായത്. അപ്പോൾ അവിടെ എത്ര സമയം വരെ അവളെ കാണാൻ പറ്റുള്ളൂ എന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോയേക്കാന്ന് കരുതി. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തി. ഇതേതാ മണക്കുന്നത്? ഇതേത്താണെന്നാ ചോദിക്കുന്നത്. ഇതേതാ അടുപ്പത്ത് വെച്ച്? സഞ്ജയുടെ ഇന്നത്തെ തിന്നാനുള്ള കറി വെക്കലൊക്കെ ആയിട്ടേ. പൊരിച്ച എന്തുണ്ടോ? എന്നാ പൊരിച്ചേരി. മീനിക്ക് വേണ്ട, ചിക്കൻ മതി. ഓക്കേ, അങ്ങനെ ചോറ് കഴിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ തറയിൽ തള്ളിയിട്ടു, പിന്നെയും തള്ളിയിട്ടു. തറയിൽ വീഴാതെ ചോറെടുക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. നല്ല കുഞ്ഞം മത്തി. എന്തുവാ അതുണ്ടോ? കറി ഒന്നും ഉണ്ടാക്കിയത് ലിവർ പൊരിച്ചത്. കറി വരാൻ പോകുന്നേ ഉള്ളൂ പോലും. മത്തി കറി ചൂടാൻ ചിക്കൻ കറി കേട്ടോ. ചിക്കൻ്റെ പീസ് എനിക്ക് അങ്ങനെ വേണ്ട. ചിക്കൻ കറി ആണല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തതാണ്. അല്ല, അരുണ് കാണണ്ട ലിവർ. പാർന്നോടും. വയലട മറ്റേ ഇവിടെ അല്ലേ നമ്മൾ കക്കയം ഭാഗം. കക്കയോ വയലടയോ എവിടൊക്കെ പോകാനുണ്ട്. നാളെ രാവിലെ എത്തുള്ളൂ നിന്ന്. നല്ല ചൂടാട്ടോ.
അപ്പം ഞാനിത് തിന്ന് തീർക്കട്ടെ. അമ്മ കട്ടൻ ചായ എടുക്കുന്നുണ്ട്. ചോറുണ്ടു. നിങ്ങൾ വിചാരിക്കും മാങ്ങയാണ്. മാങ്ങയില്ല, പപ്പായ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പപ്പായ. അടിച്ചുപൊളി മധുരമുണ്ട്. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് മോന് ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടില്ല, പക്ഷെ മോൾക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതിലൊക്കെ വരുവാ. ഓന് ഗിഫ്റ്റ് വേണ്ടാന്ന് ഓനോട് ഞാൻ വിളിച്ച് ചോദിച്ചതാ ഓൻ എന്താ വേണ്ടിയെന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ഓനൊന്നും വേണ്ട, ഓൻ ഇന്നാൾ മേടിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓൻ എന്തെങ്കിലും ഞാൻ മേടിച്ചു കൊടുക്കും. ഒരു ചെറിയൊരു പോലീസാണ്. എന്താ അത് വേണ്ടാന്ന് പറഞ്ഞേ? എന്നാലോ എന്തെങ്കിലും മേടിച്ചു തരട്ടെ? എടാ പിന്നെ ഞാൻ ഉമ്മ 2 കണ്ണുകൊണ്ട് മക്കളെ കണ്ട് ഉള്ള പറച്ചിലും പറഞ്ഞ് ലെവളുമാരും വരും കേട്ടോ. ഒന്ന് പ്ലെയർ അങ്ങാനിട്ട് വാപ്പിനെ കൊണ്ട് അങ്ങ് കൊടുക്കുക മതി കേട്ടോ. അങ്ങനെ ഓക്കുള്ള പാദസരായി. എന്നിട്ട് പറ എനിക്കെന്താ വേണ്ടിയേ? ഒന്നും വേണ്ട. ഈറ്റാ മക്കളെയൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ ഗൈസ്? ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാട്ടോ. ഞാൻ കുറേ ഓനോട് ചോദിച്ചു ഡ്രസ്സ് വേണോ, ഷൂ വേണോ, അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? അപ്പം ഓളുടെ കാലിൽ പാദസര ഇട്ടു. അപ്പം അങ്ങനെയാണ്. ഇനി ബാക്കി ഹോസ്പിറ്റലിൽ പോവുകയാണ് ഞാൻ. എനിക്കല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററുണ്ട് ഹോസ്പിറ്റലിൽ, അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാപ്പയുടെ ഓട്ടോയിലാണ് പോണത്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഹോസ്പിറ്റലിൽ പാർട്ടി വേറിട്ട് ഞാനും വാപ്പിയും ചിരിക്കി നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിപ്പിച്ച് നിർത്തിയതാണെന്നറിയോ? എവിടെയാ ഞാന് താങ്ക് യു. വരെ നമസ്കാരം, ഞാൻ ജസ്ന സലീം. എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാനൊരു ചിത്രകാരിയാണ്. വെറും ഒരു ചിത്രകാരിയല്ല, ഗുരുവായൂരപ്പന എന്ന് വെച്ചാൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഇടം നേടിയ ഒരു കൊച്ചു കലാകാരി. ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ടിട്ട് സുരേഷ് ഗോപി, മോഹൻലാൽ, ദിലീപ്, ജയറാം, മനോജ് കെ ജയൻ, അമൃതാനന്ദമയി, ഗോകുലം ഗോപാലേട്ടൻ, ഉണ്ണി മുകുന്ദൻ, അനുശ്രീ എന്നുള്ള ഒരുപാട് കലാകാരന്മാർക്കും ഒരുപാട് പ്രശസ്തിയുള്ള ആൾക്കാർക്കും ഫോട്ടോ സമ്മാനിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു സ്ഥാനം നേടിയ ഒരാൾ തന്നെയാണ് ഞാൻ. എന്നെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്ന സലീം എന്നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കാണാം. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ,
എൻ്റെ പേരിൽ ജസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ സ്ക്രീൻ ഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളാരാ എന്താ എന്നറിയാതെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് വൃത്തികേട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇന്നാണ് എനിക്കൊരാൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് ഇനി കയറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ പൊന്നാര മക്കളെ, ഇത് ഫേക്കാണ്. ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് എൻ്റേതാണ്. എന്നെ വിളിച്ച് തോന്നിയവാസം പറഞ്ഞാൽ ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അല്ലെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സമൂഹത്തിലുള്ള പകൽമാന്യതയുടെ മുഖത്തെ ഞാൻ അങ്ങ് വെളിച്ചത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിടാമെന്ന് കരുതി. അപ്പോൾ കഴിയുമെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ ഈ അക്കൗണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇത് എൻ്റെ അക്കൗണ്ട് അല്ല, ഞാൻ അറിയുന്ന അക്കൗണ്ടും അല്ല, ആരോ എനിക്കിട്ട് പണി തന്ന അക്കൗണ്ടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജസ്ന സലീം. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പാപ്പയുടെ പെങ്ങളെ ഭർത്താവിനെയും കാണാനുണ്ടായിരുന്നു, അതും കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ പിള്ളേർ ഞാൻ വരുമ്പോഴേക്കും ഒരു കേക്കിനൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈസ ഞാൻ തന്നെ കൊടുക്കണം, പക്ഷെ ഒരു ഓർഡർ പോലും ജോലി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ട്. അതോടുകൂടെ ഇന്നത്തെ ഒരു ദിവസം എല്ലാം കൊണ്ടും കലാസ് എന്ന് തന്നെ പറയാം. ആ കേക്ക് കട്ടിങ് കൂടിയോ മാത്രമേ ബാലൻസ് ഉള്ളൂ. സിസ്റ്റർക്ക് പിന്നെ നല്ല ഭേദമുണ്ട് കേട്ടോ. അവൾ അഡ്മിറ്റാണ്. 7 days കഴിഞ്ഞിട്ടേ പോരുള്ളൂ. ആൻറ്റിബയോട്ടിക്കാണ്. കസിന് പറഞ്ഞതുപോലെ ഒരു സർജറി വേണം, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ ദേ ഇവിടെ ഒരാളുണ്ട്. ഒരു ഹായ് പറയൂ. ഓയ്, ഹായ്. വാപ്പയുണ്ട്, വാപ്പൻ്റെ പൂച്ചയുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇനി കേക്ക് കട്ട് ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോ അവിടെ വൈൻഡ് ആപ്പ്. ഓക്കെ. അങ്ങനെ ഇന്നുണ്ടല്ലോ ജനുവരി 18, ഇന്ന് എൻ്റെ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അതേ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല കളർ തീമിലാട്ടോ കേക്കും ഞാനും. അപ്പോൾ ഈ കേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ വീഡിയോ കോളിൽ ഹസ്ബൻഡിനെയും കൂടി വെച്ചൂടെ, അല്ലെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചെയ്തൂടെ? ഒന്നും വേണ്ട, ഞാൻ തന്നെ മുതി. അപ്പം ദേ ഞാൻ തന്നെ മുറിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. അതാണ് ഞാൻ. അയ്യോ മുടിയുടെ മുളെ. അപ്പം 17 വർഷത്തെ ആഘോഷത്തിൻ്റെ ഫലമായിട്ട് കേക്ക് മുറിച്ചോ. ഓക്കെ, ടാറ്റാ. വാപ്പിയെ ഒരു ഹായ് വരി. വാപ്പിയെ ഹായ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. അങ്ങനെ ആഘോഷങ്ങളെല്ലാം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പരദൂഷണം കമൻറ്റ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.